guys, welcome back to my YouTube channel. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് അൽക്കുരു സൂ കാണാൻ പോവാ കേട്ടോ ഗായ്സ്. ഇത് ഞങ്ങൾ നാട്ടിൽ പോണെന്താ തലൂസ് വന്നിട്ടോ. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ പപ്പട കാലിലല്ലേ പോകുന്നത്, ഈശ്വരൻ്റെ പപ്പട കാലിലാട്ടോ ഞാൻ പോകുന്നത്. അവിടെ നിന്നൊക്കെ പോവാൻ നല്ല ദൂരായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ അവിടെ എത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം. അപ്പം ഇത് ഞങ്ങൾ അതിനുള്ളിൽ കാണുന്ന വഴിയാണ്. ഞാൻ ഈശ്വരൻ്റെ ഉണ്ണിയൊക്കെ നേരെ ഓടിപ്പോ വന്നിട്ടോ. എന്നിട്ട് ഈശ്വരൻ്റെ ഉണ്ണി എൻ്റെ കൂടെ, പിന്നെ ചൂച്ചു ഈശ്വരൻ്റെ കൂടെ എന്നിട്ടോ. ഞങ്ങൾ നേരെ പോയിട്ട് എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാന്ന് കേട്ടോ. അതുകൊണ്ട് ഈശ്വരൻ്റെ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാന്ന്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നേരെ വള്ളത്തിന് അവിടെ പോയി. ആ വള്ളം തൊട്ടോ നോക്കുമ്പോൾ ഗായ്സ് നല്ല തണുത്ത് ഞങ്ങൾ ചത്ത്. എന്നിട്ട് എന്താ ഞങ്ങള് സ്റ്റുഡ് ഗെയിം കളിക്കണം ഇങ്ങനെ ചാടിപ്പോയി. അതെങ്ങനെയാണെന്നറിയാം, ആ ചില്ലൊക്കെ ഇല്ലേ അതുപോലെ ഇങ്ങനെ ചാടിപ്പോയി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് എന്തുട്ടാ, ആദ്യം ഞങ്ങൾ കണ്ടത് എന്തുട്ടാന്നറിയാം നിങ്ങൾക്ക്? എന്താ നമ്മളെ കാട്ടീത്തെ സിംഹം കേട്ടോ, അത് രാജാവാണേ. അപ്പം ഞാൻ ഈശ്വരൻ്റെ ഉണ്ണിയും പിന്നെ ചൂച്ചും കൂടിയിട്ട് അവിടെ നിന്നിട്ട് നോക്കി. പിന്നെ ഇവിടെ അതുപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളെ ഫോട്ടോ അത് കാണിച്ചു തരും. നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ലെങ്കിൽ ആ ഫോട്ടോ നോക്കിയാൽ മതി, ശരിക്കും കാണാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാനും ഈശ്വരൻ എന്താ ഇങ്ങനെ കളിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ഇതുപോലെ കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കളിച്ച് നോക്കുമ്പോഴെന്താ കാട്ടിത്ത നല്ല ഫാസ്റ്റസ്റ്റ് സാധനം എന്താ നമുക്ക് വേഗൂടില്ലേ ആ സാധനം, അതിൻ്റെ പേര് എന്താ, ചീറ്റ എന്തുട്ടാണ്, ചീറ്റ എന്തോന്ന് എനിക്ക്, ഞാൻ അങ്ങനെ കിട്ടക്കണത്. ഇംഗ്ലീഷിൽ എന്തുട്ടാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ വൈറ്റ് ടൈഗർ കണ്ട്, വൈറ്റ് ടൈഗർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, വൈറ്റ് ടൈഗർ. പിന്നെ ഞങ്ങൾ കുറേ നേരം ടൈഗർ കണ്ട്, പിന്നെ ചീറ്റനൊന്നും കൂടി കണ്ടിട്ടോ. പിന്നെ ചീറ്റാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നടക്കുന്നു. എനിക്കാണെങ്കിൽ നല്ല പേടിയായി. ഇനി അത് ആ സാധനത്തുമ്മ ഇങ്ങനെ ചാടി പിടിച്ചിട്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊക്കെ എന്തൊട്ട് അവിടെ ഫോട്ടോൻ്റെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഞാനും ശല്യം ചാടിപ്പോയത് എങ്ങോട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്. എന്താ വൈറ്റ് ബിയറാ എന്തുട്ടാണ്. പിന്നെ ഞങ്ങളെന്താ അതിനുള്ളിൽ കയറാന്ന് വിചാരിച്ചിട്ട് എന്താ വഴി എവിടെ എന്ന് നോക്കിട്ടോ. പിന്നെ ഞങ്ങളെന്താ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ പേരെന്താ, മാഷ ഡിയറില്ലേ, ആ ഡിയർ എന്തോന്ന്. എന്താ ഞങ്ങൾ അവിടെ പോയി. ആ സമയത്ത് അതിന് മുമ്പ് തന്നെ കുളിക്കാൻ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് കുറേ നേരം അവിടെ കണ്ട് നിൽക്കുന്നിട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ നല്ല വെരി ബിഗ് കുരങ്ങനുണ്ട് കേട്ടോ, കുരങ്ങനാ. പിന്നെ കുറേയില് എന്തൊട്ടൊന്ന്. പിന്നെ ലാസ്റ്റ് ഒരു കുരങ്ങനെ കണ്ടിട്ടുണ്ടാന്ന് ആ സൈഡിൽ നിന്ന്, അതിങ്ങനെ കൈ നീട്ടുന്നു. ലാസ്റ്റ് സെക്കൻഡ് ഒന്നാന്ന് തോന്നുന്നു. ഇതുപോലെ കൈന്നൊക്കെ നീട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. തൊലി ഒന്നും കളയേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ അറിയാം തൊലി. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കണ സമയത്ത് എന്തോ ഒരു കുരങ്ങ വന്നിട്ട് എന്താ ചെയ്തേന്നറിയോ നിങ്ങൾക്ക്? പിന്നെ ആ കുരങ്ങനെ എന്താ ചെയ്തേന്നറിയോ? ഞങ്ങളിങ്ങനെ ഇരുന്ന് കളിക്കണ കുരങ്ങനായിട്ട് സംസാരിക്കണ സമയത്ത് അത് പല്ലും കാട്ടി ഞങ്ങൾ പേടിപ്പിക്കാൻ വന്ന്. ആ സമയം ഞങ്ങൾ പേടിച്ചിട്ട് ഓടി. എന്നിട്ട് ഞങ്ങളെന്താ വേറെ കുരങ്ങനെ കാണാൻ പോയി. അതൊരു സ്മോളാണ്. ഞങ്ങളാണെങ്കിൽ സ്മോൾ മങ്കീൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അവിടെ കുറേ താഴെ നോക്കുമ്പോൾ ഗൈസ് അവർക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് ആ ഫുഡ് ഐറ്റംസ് തിന്നിട്ട് അവർ കളഞ്ഞിട്ട് താഴെ വെക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ ഈ മങ്കികളെ കാണാൻ വേണ്ടി.
ഒരു ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് നല്ല ഇഷ്ടമാണ് ക്യൂട്ട് മങ്കീനെ. പിന്നെ ആ സമയത്ത് ഈശോയില് വന്ന് പിന്നെ നോക്കുമ്പോൾ ഗൈസ് കുറേ മങ്കിയൊക്കെ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കയറി കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ല. താഴെ നല്ല ചവറ്. അവിടെ അവർ ഫുഡൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഫാമിലിയൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ ഒരു ഫാമിലി കണ്ട് ഒരു കുട്ടിയും പിന്നെ അച്ഛനും പിന്നെ അമ്മയും. അത് നല്ല രസമുണ്ടായത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈശോനെ നന്നായിട്ട് ഇഷ്ടമായി. അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഉണ്ട് ഇത്. അതിനിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിയർ. അപ്പം അതിനുള്ളിൽ കിടക്കണ വഴിയാണ് അത്. അതിൽ കൂടെ നമുക്ക് പോവാം. പിന്നെ ആ സമയത്താണെങ്കിൽ ഞാൻ സ്റ്റൈല് പോലെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് നിൽക്കണ്ടായത്. അത് അവള് പിണങ്ങി നിന്നിട്ടോ. എപ്പോൾ പോയാലും അമ്മാല കാണൂല. അമ്മാല അവിടെ എവിടെയെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടാവും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ കയറിയിട്ട് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടോ. ഇവിടെ കുറേ നടന്ന് കാണാറുണ്ട് കേട്ടോ അൽക്കൂരുതു. ഇത് കണ്ടോ ഗായ്സ്, അമ്മ ചെയ്യണ കാലം ഇങ്ങനെ ഇരിക്കുക. എപ്പോഴും നോക്കിയാലും അതുപോലെ. അപ്പം ഈശ്വരം എന്താ ചെയ്തെന്ന് അറിയാം, അതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് അവർ രണ്ടുപേരും ഇരുന്നല്ലോ. ഇനി ഞങ്ങൾ സീബ്രനാട്ടോ കാണാൻ പോണത്. ഞാൻ ഇതിനൊക്കെ നാട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ കണ്ടതാട്ടോ. നല്ല രസമുണ്ടാവുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എന്താ ഈശ്വരൻ്റെ ഉണ്ണിയാണെങ്കിൽ അവിടൊക്കെ എടുക്കുന്ന എന്താ ലീവ്സൊക്കെ എടുത്തിട്ട് ജിറാഫല്ല സീബ്രാന് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. എന്താ ഇതിന് പേര് വെച്ചിട്ടൊരു ലൈനുണ്ട്, സീബ്ര ലൈൻ. അതിൽ കൂടെ നമ്മൾ റോഡ് ക്ലോസ് ചെയ്യണത്. ആദ്യം ഞാൻ കണ്ടത് സീബ്ര ലൈനാണ്, പിന്നെ ഞാൻ കണ്ടത് സീബ്രയാണ്. ഞങ്ങളെല്ലാവരും കുറിച്ച് അതിൻ്റെ കൈ വെക്കും. പിന്നെ ഞങ്ങൾ എന്താ പാമ്പിനെ കാണാനാട്ടോ പോണത്. പാമ്പിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ചൂച്ചാണെങ്കിൽ അവിടെ നിന്നിട്ട് പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ കൊട്ടിക്കിട്ടോ അവിടെ എന്തിട്ടുള്ളതെന്ന്. ഞാനിതന്നെ കാണുമ്പോൾ നല്ല പേടി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താ ഒരു യെല്ലോ കളറ് ഒരു പാമ്പുണ്ട്, പിന്നെ നല്ല രസമുള്ള പൂച്ച. പിന്നെ നോക്കുമ്പോൾ കൈസ് യെല്ലോ കളറിലെ പാമ്പ് അവിടെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ ഉറങ്ങുന്നു. പിന്നെ ഞങ്ങൾ അതിനെ കണ്ടിട്ട് വേറെ സ്ഥലത്തിൽ കാണാൻ പോയി. പിന്നെ ഇതെന്താ മങ്കിയാണെങ്കിൽ വേറെ മങ്കിന് തലയിൽ ചൊറന്നിട്ട് പേനെടുക്കാൻ തോന്നിട്ടാ. അങ്ങനെ എന്താ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് മങ്കിക്ക് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈശ്വരൻ്റെ ഉണ്ണിയും ചൂച്ച് വേണ്ടിയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിയുന്നു. ആ സമയത്ത് അവരൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ ഉള്ളിലല്ലേ. പിന്നെ ഞങ്ങളെന്താ ഡിയറിനെ കണ്ടിട്ടോ. നല്ല രസമല്ല ഡിയർ. അങ്ങനെ ഞാനും ചോദിച്ചു കൈ പിടിച്ച് പോകേണ്ടത്. ആ സമയത്ത് ഈശ്വര കൂടി വരുന്നു. അങ്ങനെ ഞാനും ചോദിച്ചും കൈ പിടിച്ച് നടക്കുന്നു. ആ സമയത്ത് ഈശ്വര ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണ്ടാന്നിട്ട്. ഈശ്വരൻ്റെ ഉണ്ണിയാണെങ്കിൽ അവിടെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്. ഈശ്വരൻ്റെ ഉപ്പയെന്ന് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ചൂച്ചൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് സാധനം എന്നിട്ടോ. എന്തുട്ടാന്നറിയോ, ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ആന.
എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആനയുടെ വീഡിയോ ഒക്കെ കാണും. പിന്നെ ആ ചൂച്ചും കാണും, പിന്നെ ഈശലും ഉണ്ണിയും കാണും, പിന്നെ ഈശലും കാണും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷീപ്പിൻ്റെ അടുത്ത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഷീപ്പിൻ്റെ അടുത്ത് പോകാൻ. ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ലീഫൊക്കെ പറിച്ച് പോകണ്ടാന്ന് കേട്ടോ. അതാകുമ്പോൾ ഷീപ്പിനും കൊടുക്കാലോ. പിന്നെ നോക്കുമ്പോൾ കൊത്തുന്നു ഗായ്സ്. എന്താ ഓസ്ട്രിച്ച എന്നിട്ടോ ഉണ്ട് ഇങ്ങനെ കൊത്തും. ആ സാധനമൊക്കെ ഇങ്ങനെ പൊട്ടിക്കണം നോക്കുന്നത്. അത് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് കുത്താൻ. പിന്നെ അത് പോയി ഞാനും ഈശലും ഉണ്ണിയും ചോദിച്ചും ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന സമയത്ത് അത് വന്നിട്ട് മേലെ വന്നിട്ട് കൊത്തുന്നു. നിങ്ങളെന്താ ഇതിനെ ആ കുത്തണ സാധനമില്ലേ അതിൻ്റെ പേര് പടാട്ടോ. പിന്നെ ഞങ്ങൾ എന്താ കുറേ നേരം അവിടെ നിന്നിട്ട് അതിനൊക്കെ നോക്കി നിന്നിട്ടോ. ഇതിന് കൂട്ടിയിൽ തന്നെ എന്താ ആടും കുട്ടിയും കോയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായി ഒത്തൊരുമോടെ കൂടെ കേട്ടോ അവിടെ ജീവിക്കണത്. പിന്നെ ഞങ്ങളെന്താ അവിടെ ഇങ്ങനെ അതിൽ ലീഫ് കൊടുത്തിട്ട് കളിക്കുന്നു കേട്ടോ. ആ സമയത്ത് ഒരു പൂജ വന്നിട്ട് ഞങ്ങൾ എന്നിട്ടാ ചെയ്യുന്നതിനൊക്കെ നോക്കി നടക്കണ്ടാന്നേ. പിന്നെ ആടുംകുട്ടിക്ക് വേണ്ടിയിട്ട് എന്താ കുറച്ച് ആൾക്കാർ എന്താ അവരെ അറബികളെന്താ കുബൂസ് കൊണ്ടിട്ടത് കേട്ടോ. ഒരു അറബി ഇത് കുബൂസ് കൊണ്ടുവന്നിട്ട് കൊടുക്കണ്ടാണ് ആടിനും പിന്നെ ആ സാധനത്തിനും വേണ്ടി. പിന്നെ എന്താ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് കളിച്ചെന്ന് പറഞ്ഞില്ലേ, അതുപോലെ കുറേ നേരം അവിടെ നിന്നിട്ട് കളിച്ച്. പിന്നെ ഞങ്ങൾ വേറൊക്കെ സ്ഥലത്ത് പോയിട്ട് എന്താ ഇല പറിക്കട്ടോ. പിന്നെ ആണെങ്കിൽ ഈശലിൻ്റെ ഉണ്ണി ആ വലിയ സാധനത്തിന് വേണ്ടിയിട്ട് കൊടുക്കണേ. അത് വാങ്ങിക്കുമ്പോൾ അവൾക്ക് നല്ല പേടിണ്ടാന്ന്. കുത്തി കൈയെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അത് ഞങ്ങൾ അവിടെ വെച്ചിട്ട് പോയി. എന്നിട്ട് ആടും കുട്ടികളെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവാൻ നിന്നിട്ടോ. ഞങ്ങളാണെങ്കിൽ മയിലിനെ കാണാൻ പോയിട്ട് മയിലിന് വേണ്ടിയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലം വേണമെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ മയിലിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അവിടെ ഫ്ലമ്മിങ്കോ ഉണ്ട് കേട്ടോ കുറേ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലമ്മിങ്ങൊക്കെ കാണുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഞാൻ വീഡിയോയിലും പിന്നെ ഫോട്ടോസിലും പിന്നെ പുതിയ കിറ്റിയിലൊക്കെ ഉണ്ട് ആ ഫോട്ടോ. അതിലൊക്കെ ഉണ്ട് ഞാനത് കാണാം. പിന്നെ ഞങ്ങളെന്താ ആ സാധനത്തിൻ്റെ മേലിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ട് അവിടെ മയിലിന് വേണ്ടി നല്ല രസമുള്ള വള്ളങ്ങളൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താണെന്നറിയോ, ഇനി ഇവിടുന്ന് പോവേ കേട്ടോ ഗൈസ്. ഞങ്ങൾ ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട് പോവാണ്. ഇഷിനും കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പാർക്കിൽ പോവുകയാണ്. അൽക്കൂര് പാർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം കേട്ടോ. ഇത് ഞങ്ങൾ തീരെ കാണാത്തൊരു വെറൈറ്റി പാർക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി പാർക്കിന് ആ ദൂരെ നിന്ന് കാണുമ്പോൾ. ഞാനാണെങ്കിൽ ഒറ്റ ഓടി
ചൂച്ചൊന്ന് പോട്ടെ എനിക്ക് പാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിയിട്ട് പാർക്കിലൊക്കെ കളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വലിക്ക് ചൂച്ചിന് പിടിക്കാൻ പോകുമ്പോൾ ചൂച്ചു അങ്ങോട്ട് എൻ്റെ അടുത്ത് ഓടി വന്ന് അപ്പം ഞാൻ ചൂച്ചുവിന് കയറ്റാണ്. ഇതാണെങ്കിൽ ചൂച്ചുക്ക് എനിക്കും കയറാനും ഇശലും എനിക്ക് കയറാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനമാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് പാർക്ക് കളിച്ചിട്ട് മതി ഫുഡ് എന്നിട്ട് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവർ പിടിച്ചുകൊണ്ടേ ഫുഡ് തിന്നാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ വന്നിട്ട് കളിക്കണ സമയത്തൊക്കെ രാത്രി ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് പാർക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ. ചൂച്ചാണെങ്കിൽ ആ സമയത്ത് സ്ലൈഡിൽ കയറിയപ്പോൾ നെറ്റി മുട്ടിയിട്ട് അവിടെ ഇടിച്ച് വീണു. ചൂച്ചാണെങ്കിൽ ഓടിയിട്ട് സ്ലൈഡിൽ കയറിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തീരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. കുറച്ച് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്ന കേട്ട്. പിന്നെ ഞാൻ അന്ന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുട്ടാ ഞാനൊരു വീഡിയോയിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയ ഗിവ് അവേ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും അവരെ കസിൻസും ഫ്രണ്ട്സും പിന്നെ ഫാമിലീസും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയാൽ നിങ്ങൾക്ക് ഗിവ് അവേ തരാൻ പറ്റുള്ളൂ. ഇനി 10K അല്ലെങ്കിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. 100K സബ്സ്ക്രൈബേഴ്സ് ആയാലും എനിക്ക് പ്ലേ ബട്ടൺ കിട്ടില്ല. അപ്പം അതിനുള്ളിൽ കാശും കൂടി വരുള്ളൂ. അപ്പം എനിക്ക് നിങ്ങൾക്ക് ഗിവ് അവേ ഒക്കെ തരാൻ പറ്റും. അങ്ങനെ ചോദിച്ചാണെങ്കിൽ ആ സ്ലൈഡിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം കളിച്ചിട്ടോ. പിന്നെ ചോദിച്ചാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്നിട്ട് സ്ലൈഡിൽ പോവുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് വാഷ്റൂമിൽ കണ്ടു. നൈഷലിൻ്റെ ഉമ്മയും പിന്നെ ഞാനും പിന്നെ പപ്പന്മാർ മാത്രമില്ല. പിന്നെ ഞാൻ ഇശൽ ഇതിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഈ സാധനത്തിന്മേൽ പിടിച്ചിട്ട് ഇതുപോലെ നേരെ പോവുകയാണ്. ഞാനും ഇശലും കയറി. അവിടെ നല്ലൊരു ക്യൂ വന്നിട്ടോ. പിന്നെ ആ സാധനത്തിൻ്റെ മേലെ കയറാൻ നല്ല ടഫാണ്. അതൊരു മേലെയാണ്, നമുക്ക് സ്ലൈഡ് പോലെയാണ്. അതിൻ്റെ മേലെ കയറാൻ നല്ല ടഫാണ്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നാലും പറ്റൂല. അതിന് മേലെ കയറണമെങ്കിൽ നല്ല ടഫാണ്. ഇത്തിരി മേലെയാണ്, കുട്ടികൾക്കൊന്നും കയറാനൊന്നും പറ്റൂല. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്നിട്ട് അതിൽ കയറി. എൻ്റെത് കയറി കഴിഞ്ഞിട്ട് ഞാൻ അതിൽ സ്ലൈഡ് പോലെ പോയി. എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ സാധനത്തിൽ പോയത്. പിന്നെ ലാസ്റ്റ് ഞാൻ അതിലൊന്ന് കയറി ഫുഡ് കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോണ സമയത്താണ്
അല്ലെങ്കിൽ എന്താ ഫുഡ് തിന്നാൻ പോണ സമയത്തോ എന്താ ഞാൻ അതിലൊന്ന് കയറി കളിച്ചിട്ട് പോയോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പോഴും പാർക്കിൽ കളിച്ചോണ്ട് നിൽക്കണേ. രാത്രിയാണതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ കളിച്ചോണ്ട് ഇതുപോലത്തെ സാധനത്തിൽ കയറിയിട്ട് ഇതുപോലത്തെ സാധനത്തിൽ കയറണമെങ്കിൽ എന്താ ഇതുപോലെ നടക്കണം. കുട്ടികളെ കാലൊക്കെ അതിനുള്ളിൽ ഓട്ടയിൽ പെടുട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് സ്ലൈഡ് കാണുമ്പോൾ അങ്ങനെ എന്താ ചോദിച്ചു. ഞാനും കുറച്ച് സ്ലൈഡ് വരെയാണ്. ഈ റെഡ് സ്ലൈഡിലാട്ടോ ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്ന് എത്തി ചോദിച്ചാൽ ആ സ്ലൈഡ് ഞാൻ വിടുകയാണ് കേട്ടോ. ഈശ്വരാണെങ്കിൽ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടാന്ന്. അപ്പം അവിടെ ഇങ്ങനെ പോവും, ഇങ്ങനെ നല്ല രസത്തിൽ പോവും കേട്ടോ. പിന്നെ ഞാനും ചോദിച്ചാണെങ്കിൽ ഒന്നും കൂടി കയറിയിട്ട് എന്താ സ്ലൈഡിലാണ് വന്നത്. ആദ്യം വേറെ ആൾക്കാർ വന്നെങ്കിലും ലാസ്റ്റാണ് ഞങ്ങൾ വന്നിരിക്കണത്. ഇനി ഞങ്ങൾ വരണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇനിയാണ് തോന്നുന്നത് ഞങ്ങൾ വരണത്. നമുക്ക് നോക്കാം. ആദ്യം ഞങ്ങൾ ഇപ്പോഴാണ് വന്നത്. പിന്നെ അവിടെ ഏണി ഓരോ സാധനം ചെയ്തിട്ടുണ്ടാകും. അപ്പം ഞാനത് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലക്കൂടെ ഏണി പോലെ കയറാൻ നോക്കി. ഇതിയാഴ്ച ചെറുതാന്ന് മറ്റേ സാധനമല്ലേ ഇങ്ങനെ ഞങ്ങൾ പിടിച്ചിട്ട് പോണത്, ആ സാധനത്തിന് മേലെ കയറണം. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ കയറിയോണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഏണിമക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഒരു കുഞ്ഞേ ഭാഗമുണ്ട്. ആ കുഞ്ഞേ ഭാഗത്തോട് കയറും. നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെന്താ ഇതുപോലെ സ്ലൈഡ് പോലെ വരെ ഒഴുകണം. ഈ എൽക്കൂര് പാർക്കിൽ വന്നാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് നന്നായിട്ട് എന്താ പാർക്കിൽ കളിക്കാൻ പറ്റും. പിന്നെ വലിയവർക്ക് എന്താ നന്നായിട്ട് എന്താ സൂവും കാണാൻ പറ്റും. വലിയവർക്കും കുട്ടികൾക്കും സൂ കാണാൻ പറ്റും. നല്ല ഇഷ്ടമാവും അവർക്കൊക്കെ. പിന്നെ ചൂച്ചു വിഷലിൻ്റെ ഉണ്ണിയാണ് കേട്ടോ വരുന്നത്. ഞങ്ങളാണെങ്കിൽ കയറിയിട്ട് മേലെ പോയി തോന്നുന്നത്. ചൂച്ചാണെങ്കിലും വിഷലിൻ്റെ ഉണ്ണിയാണെങ്കിൽ പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ അതിൻ്റെ മേൽക്കോടെ ഇപ്പം പോകണുള്ളൂ. ഉണ്ണികളെ വിഷലാണെങ്കിൽ വേഗം പോയി. അങ്ങനെ ചൂച്ചൂന് അമ്മാലയും ഞാനെടുക്കണം. പിന്നെ ഇശലി ഇപ്പം വരെ ഒരു സ്ലൈഡിൽ കയറി ഇപ്പം വരുള്ളൂ. അവളൊരു സ്ലൈഡ് കയറിയില്ല. അതുകൊണ്ട് ആ സ്ലൈഡ് അവൾ കയറിയിട്ട് ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് അവൾ പോയിട്ട് ആ സ്ലൈഡ് കയറാൻ പോകണം. അപ്പം ഞാനാണെങ്കിൽ ചൂച്ചൂന് ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ചൂച്ചൂനെ എടുത്തിട്ട് ആദ്യം അതേപോലെ പേല് കയറ്റിയിട്ട് എന്നാൽ ഇശലിൻ്റെ ഉണ്ണിനെ ഇശല് കയറ്റാൻ വരും കേട്ടോ. ഇശലിപ്പം അങ്ങോട്ട് പോയിക്കുക. അപ്പം ഇശല് വന്ന് അപ്പം ഞാൻ അതിന് മേലെ കയറി ഇരുന്നിട്ട് ചൂച്ചൂനെ കയറ്റി. അങ്ങനെ ഇശലിൻ്റെ ഉണ്ണിനെ കയറ്റിട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ സ്ലൈഡ് കയറാണ്. എനിക്ക് എൻ്റെ പപ്പ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി വിഷമുണ്ട് കേട്ടോ. പപ്പ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായേനെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്ലൈഡിക്ക് കൈലിക്കോടെ വന്ന് ആദ്യം ഇശല് വന്ന് പിന്നെ ചൂച്ചു വന്ന് അതിൻ്റെ ഇടയിൽ ഞാനും കൂടി വന്ന് പിന്നെ ഇശലിൻ്റെ ഉണ്ണി വേറെ സ്ലൈഡിലേക്ക് വന്നിട്ടോ. പിന്നെ ഞങ്ങൾ ചാടണേൽ ചാടിക്കൊണ്ട് ഇങ്ങനെ ചാട് ഇങ്ങനെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ പേടി പോയി ഞാൻ ഇത്തിരിയൊക്കെ ചാടി കളിച്ചു. ചൂച്ചാണെങ്കിൽ ചാടി കളിച്ചോണ്ട് നിൽക്കുന്നു. ആ സമയത്ത് ഞങ്ങളൊന്ന് പിടിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടി കളിക്കുന്നു, സ്ലൈഡിക്കോട് കളിക്കുന്നു. ചൂച്ചാണെങ്കിൽ സ്ലൈഡിക്കോട് ഒഴുകിയിട്ട് അവിടെ എന്താ ഇങ്ങനെ ഇരുന്ന് പോകും. അപ്പം അതൊന്നും അവനക്ക് പോരാ, അതിനൊന്നുമില്ല. എന്നിട്ട് ഒന്നും കൂടി കളിക്കാൻ നോക്കും അവനെ. പിന്നെ ഇശലിൻ്റെ ഉണ്ണിയും ചൂച്ചും കൂടിയിട്ട് വന്നിട്ട് കളിക്കുന്നു. ഇതാണെങ്കിൽ ഇശലിൻ്റെ ഉണ്ണിയാണ്. അപ്പം ഇശലിൻ്റെ ഉണ്ണി അപ്പുറത്ത് കൂടെ വരാമെന്ന് വിചാരിച്ചിട്ട് അതിക്കൂടെ ഉണ്ട് വന്ന്. അവിടെ നല്ല ഡിസൈൻ ഉണ്ട്, അപ്പുറത്ത് ഡിസൈനൊന്നുമില്ല. പിന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. പിന്നെ നല്ല സപ്പോർട്ടൊക്കെ തന്നെ കേട്ടോ. എനിക്ക് എന്നാലാണ് വീഡിയോസൊക്കെ നന്നായിട്ട് ഇടാനൊക്കെ പറ്റുള്ളൂ. എല്ലാവട്ടും എന്താ ഇശലിൻ്റെ ഉണ്ണീനെ പാർക്കിൽ കൊണ്ടുപോകാനാണ് നല്ല പണി. ഇപ്രാവശ്യം നോക്കുമ്പോൾ ഇശലിൻ്റെ ഉണ്ണീനല്ല കൊണ്ടുപോകാൻ പണി, ചൂച്ചിനെ കൊണ്ടുപോകാനാണ് പണി. ചൂച്ചാണെങ്കിൽ അവിടുന്ന് തിരിച്ചൊന്ന് വരുന്നുണ്ടാന്നില്ല. പിന്നെ ഞങ്ങളെന്താ അവിടെ ഫുള്ളും ചുറ്റിക്കറങ്ങിയിട്ട് അവിടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ട് പോവേട്ടോ.
ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് പോണ സമയത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട്. അപ്പോൾ ആ വെള്ളം നമ്മളെ ചൂച്ചാണെങ്കിൽ എന്ത് ചെയ്യണ്ടേന്ന് ഇങ്ങനെ കവളാക്കണില്ലേ. അതെന്താ വെച്ചാൽ ഇങ്ങനെ ആക്കുമ്പോൾ നടവ് കിട്ടും, അതിന് വേണ്ടിയിട്ട്.